ഹലോ ഗൈസ്, 2 ദിവസം ട്രെയിനിൽ ഈ പൂച്ച പെറ്റമാതിരി കിടന്നാണ്ട് ഞാൻ ഡൽഹിയിൽ ഇറങ്ങാൻ പോവാട്ടാ. എനിക്കാണെങ്കിൽ ഈ ട്രെയിനിന്നാണ്ട് ഇറങ്ങിയാണ്ട് പുറത്ത് പോയിട്ട് ഒന്ന് ആർക്കാൻ തോന്നുന്നു, അത്രക്കും കൊയങ്ങിണെന്ന് ഞാൻ. എപ്പം ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ഞാൻ വിചാരിക്കുന്ന സംഭവം തന്നെ കേട്ടോ, ഇനി ജീവിതത്തിൽ ട്രെയിനിൽ കയറൂലെന്ന്. പക്ഷെ എന്റെ വീട് എനിക്ക് എപ്പോഴും ട്രെയിൻ തന്നെയാണ്. പിന്നെ ഞാൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ കൂടെ ഇങ്ങനെ നടക്കട്ടെ. അവിടുന്നാണ് ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഫോൺ അടിച്ചുകൊണ്ടേ സ്ഥലം. തട്ടിപ്പറിച്ചാണ്ട് പായലുണ്ട് കേട്ടോ. എന്റെ ഫോൺ അതേമാതിരി ആരും കൊണ്ടുപോകാത്തോണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ഇറങ്ങിയത്, അല്ലെങ്കിൽ ഇറങ്ങൂലേ. 2024 സെപ്റ്റംബർ 20 ആദ്യമായിട്ട് ഡൽഹിയിൽ ഇറങ്ങിയ മാതിരില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ കമ്പനിക്കാരായി ചെങ്ങായിമാരായി ഡൽഹി തന്നെ എന്റെ പേരിൽ അറിയപ്പെടുന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. വിടലാവൂലേ. ഒരു ലോങ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ ഒരു മന്തി ഷോപ്പൊക്കെയാണ് പോകും, അടിച്ചാണ് മിന്നുന്നിട്ടാണ് പോയി കിടന്നുറങ്ങും. ഡൽഹിയിൽ എത്തിയതിന്റെ ശേഷം ഇതേമാതിരി മന്തി തിന്നാൻ വേണ്ടി ഒരു കിട്ടിലൻ സ്പോട്ട് ഉണ്ടോന്ന് വെച്ചിട്ട് ഒരു 1500 ആൾക്കാരെങ്കിലും എനിക്ക് മെസ്സേജ് എന്നാ കേട്ടോളി. ഡൽഹിയില് നമ്മളെ നാട്ടിലത്തെ നല്ല കിട്ടില മന്തി ഇട്ടുന്ന സ്പോട്ടാണ് റൂമീസ്. ലൊക്കേഷൻ എവിടെ വരുന്നെച്ചാല് മെട്രോ വഴി വരികയാണെങ്കിൽ ഒക്ലാവിഹാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. ഇനി വേറെ എങ്ങനെ വരികയാണെങ്കിലും ഒക്ലാവിഹാർ മെട്രോ സ്റ്റേഷന്റെ മുമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗല്ലി ഉണ്ടാവും. അവിടേക്കാണ് ഒരു 100 മീറ്റർ ആണ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂമീസ് കാണട്ടെ. ഡൽഹിക്ക് എത്തുന്ന ഏറെക്കുറെ ട്രെയിനൊക്കെ രാവിലെ എത്തുക. അവിടെ നിങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി നമ്മളെ റൂമീസ്. ഇവിടെ അൽഫാം മന്തി, ബീഫ് മന്തി, മട്ടൻ മന്തി, ഷവായ, ബിരിയാണി, നെയ്ച്ചോറ്, അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ഡൽഹിയിലെ ഷെയ്ൻബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആഴ്ചന്റെ ഉള്ളിൽ ഓപ്പൺ ആകുന്നുണ്ട്. അവിടെ പോയിട്ട് ഇനി ഫുഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞു. അപ്പൊ ഞാൻ ആരും എന്നോട് ഡൽഹിയിലെ നല്ല ഫുഡ് കൊടുത്താൽ കിട്ടാന്ന് എന്നോട് ചോദിക്കരുതിട്ട് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.